സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2020 ഡിസംബർ 31. വാർത്തകൾ വായിക്കുന്നത് അബിത റോസ്റ്റോ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കടബാധിത ഒരു കുടുംബത്തിലെ 4 പേർ തൂങ്ങിമരിച്ചു. കൊച്ചി. എറണാകുളം ചേലാമറ്റത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പാവൂർ ചേലാമറ്റം പാറപ്പുറത്തുകൂടി വീട്ടിൽ പത്മനാഭന്റെ മകൻ ബിജു, ഭാര്യ വണ്ണപ്പുറം മാങ്കുഴിക്കൽ അമ്പിളി, മകൾ ആദിത്യ, മകൻ അർജുൻ എന്നിവരെയാണ് വീടിനകത്ത് 2 കയറുകളിലായി തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ ഹാളിലെ ഹുക്കിൽ പിതാവും മകനും, ബെഡ്റൂമിലെ ഹുക്കിൽ അമ്മയും മകളും ഓരോ കയറുകളുടെ ഇരുഭാഗങ്ങളിലുമായി തൂങ്ങിമരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കുതിരാനിൽ 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു 3 മരണം. തൃശൂർ. കുതിരാനിൽ 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 3 മരണം. ലോറിയും കാറും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് 2 കാറുകളിലും 2 ബൈക്കിലും ഇടിക്കുകയായിരുന്നു. ഒരു മിനി ലോറിയിലേക്കും ചരക്ക് ലോറി പാഞ്ഞുകയറി. അപകടത്തെ തുടർന്ന് തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുതിരാനിൽ ഇരുവശത്തുമായി കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. കേരളത്തിന്റെ ശ്രീ ഇന്ന് പടിയിറങ്ങും. കേരളത്തിലെ ആദ്യ IPS ഓഫീസർ DGP R ശ്രീലേഖ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയും കേരളത്തിൽ DGP പദവിയിലെത്തുന്ന ആദ്യ IPS ഉദ്യോഗസ്ഥയുമായ R ശ്രീലേഖ ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങും. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറലാണ്. പാലിയേക്കരയിൽ തദ്ദേശീയർക്ക് സൗജന്യ യാത്ര തുടരാം. പാലിയേക്കര അടക്കം എല്ലാ ടോൾ പ്ലാസയിലും ഫാസ്ടാഗ് നിർബന്ധം. തൃശൂർ. നാളെ മുതൽ രാജ്യത്തെ എല്ലാ ടോൾ പ്ലാസകളിലൂടെയും ഫാസ്ടാഗ് സംവിധാനത്തിലൂടെ മാത്രമേ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുമെന്ന് വ്യക്തമാക്കി അധികൃതർ. ദേശീയപാത 544-ലെ പാലിയേക്കര ടോൾ പ്ലാസയിലും ജനുവരി 1 മുതൽ കേന്ദ്ര സർക്കാരിന്റെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ടോൾ പ്ലാസയ്ക്ക് 10 കിലോമീറ്റർ സമീപം ചുറ്റളവിൽ താമസിക്കുന്ന തദ്ദേശീയവാസികൾക്കും മാത്രമേ അനുവദിച്ചിട്ടുള്ള സൗജന്യ യാത്ര ഫാസ്ടാഗ് സംവിധാനത്തിലൂടെ തുടർന്നും ലഭ്യമാകൂ. 10-12 ക്ലാസുകൾക്കായി നാളെ മുതൽ സ്കൂളുകൾ തുറക്കുന്നു. തിരുവനന്തപുരം. സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ മുതൽ ഭാഗികമായി തുറക്കുന്നു. 3118 ഹൈസ്കൂളുകളിലും 2077 ഹയർ സെക്കൻഡറി സ്കൂളുകളിലുമായി 10-12 ക്ലാസുകളിൽ പഠിക്കുന്ന 7 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്കായാണിത്. ഹാജർ നിർബന്ധമാക്കിയിട്ടില്ല. സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് രക്ഷകർത്താക്കളുടെ സമ്മതപത്രം നിർബന്ധമാണ്. പുതുവർഷം പിറക്കാൻ ഇനി മണിക്കൂറുകൾ. ആൾക്കൂട്ടം ഒഴിവാക്കണം. ന്യൂഡൽഹി. അതിവ്യാപന ശേഷിയുള്ള കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പുതുവത്സരാഘോഷ പരിപാടികളിൽ ആൾക്കൂട്ടം ഒഴിവാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അന്തിമ തീരുമാനമെടുക്കാം. സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി കൊറോണ വ്യാപനം ചെറുക്കുന്നതിന് ആവശ്യമെങ്കിൽ രാത്രികാല കർഫ്യൂ ഉൾപ്പെടെയുള്ള പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർഷക നിയമങ്ങൾ 3 പിൻവലിക്കണം. പ്രമേയം പാസാക്കി കേരളം. തിരുവനന്തപുരം. കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കി. 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയത്തിലെ പ്രധാന ആവശ്യം. പ്രമേയത്തെ അനുകൂലിച്ച പ്രതിപക്ഷം 3 ഭേദഗതികൾ നിർദ്ദേശിച്ചു. കർഷകരുടെ സമരം തുടരുന്നത് കേരളത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ശ്രീശാന്ത് കേരള ടീമിൽ. തിരുവനന്തപുരം. IPL കോഴ വിവാദത്തിൽപ്പെട്ട് ക്രിക്കറ്റിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന മലയാളി താരം S ശ്രീശാന്ത് വീണ്ടും സജീവ ക്രിക്കറ്റിലേക്ക്. സയ്യിദ് മുഷ്താഖ് അലി 2020 ടൂർണമെന്റിനുള്ള കേരള ടീമിൽ ശ്രീശാന്തിനെയും ഉൾപ്പെടുത്തി. സഞ്ജു സാംസൺ ടീമിന്റെ ക്യാപ്റ്റനാകും. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സഞ്ജു കേരള ടീമിന്റെ നായകസ്ഥാനത്ത് എത്തുന്നത്. മുൻ നായകൻ സച്ചിൻ ബേബിയാണ് വൈസ് ക്യാപ്റ്റൻ. വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീട്ടി. ന്യൂഡൽഹി. ജനിതകമാറ്റം വന്ന കോവിഡ് അതിവേഗം പടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ UK-യിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ഒരാഴ്ച കൂടി നീട്ടി. ജനുവരി 7 വരെ വിലക്ക് തുടരുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായവുമായി പടവുകൾ. വനിതാ ശിശു വികസന വകുപ്പ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പടവുകൾ പദ്ധതി വഴി 4 വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുവാൻ തീരുമാനിച്ചു. വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് പടവുകൾ. ജന്തുരോഗ നിയന്ത്രണത്തിന് ലാബ് പുതുവർഷത്തിൽ കർഷകർക്ക് സമർപ്പിക്കും. മൃഗചികിത്സാ രംഗത്ത് ആധുനിക ശാസ്ത്ര സാങ്കേതിക മികവോടെ രോഗനിർണയത്തിനായി ജില്ലയിൽ പുതിയ ക്ലിനിക്കൽ ലബോറട്ടറി. പുതുവർഷത്തിൽ മൃഗ കർഷകർക്കുള്ള സമ്മാനമായാണ് ലാബ് സമർപ്പിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ റോഡിലേക്ക് മലിനജലം ഒഴുകുന്നത് പരിഹരിക്കാൻ അടിയന്തര നടപടി. കൊടുങ്ങല്ലൂർ. നഗരസഭയിൽ സിവിൽ സ്റ്റേഷന് പുറകുവശമുള്ള SBI റോഡിലേക്ക് മലിനജലം ഒഴുകുന്നത് പരിഹരിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ KR ജൈത്രൻ പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.